ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നലത്തെ വീഡിയോയിൽ ഇഷിക്കുട്ടീനെ സ്കൂളിൽ പറഞ്ഞു വിടുന്നവരുടെ കാര്യങ്ങൾ കണ്ടില്ലേ? ഇന്ന് ഇഷിക്കുട്ടീനെ സ്കൂളിൽ പറഞ്ഞു വിട്ടതിന് ശേഷമുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ അവിടെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. ഇന്നത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഓവർനൈറ്റ് ഓട്സ് ആണ്. ഇഷിക്കുട്ടിക്ക് വന്നിട്ട് പുട്ടും പയറുമായിരുന്നു. അപ്പൊ അതൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി എന്റെ ഓവർനൈറ്റ് ഓട്സ് കഴിക്കാനായിട്ട് പോവാണ്. ഇനി നിങ്ങൾക്ക് എന്റെ ഏത് തരം വീഡിയോസ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞാല് ഞാൻ അതിനനുസരിച്ച് എന്റെ വീഡിയോസ് അറേഞ്ച് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്റെ മീഷോ ഹോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ ഗൈസ്. ഇതിന്റെ റെസിപ്പി വീഡിയോ ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്നിട്ട് പാലിലല്ല, ആൽമണ്ട് മിൽക്കിലാണ് ഇത് സോക്ക് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് ഓട്സും ചിയാ സീഡ് ഹണിയുടെ രാത്രി സോക്ക് ചെയ്യാൻ ഇട്ടിട്ട് രാവിലേക്ക് ആവശ്യത്തിന് നട്ട്സും ഡേറ്റ്സും നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഓവർനൈറ്റ് ഓട്സ് കഴിച്ചതിന് ശേഷം നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അങ്ങനെ എന്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഗൈസ്. ഇനി നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഒരു ഇരുണ്ട മുറി. ആ ഇരുണ്ട റൂമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഈ റൂമിലാണ് കൈ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് വീട് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഡെയിലി വീട് അടുക്കി പറക്കുമല്ലോ. അപ്പൊ എല്ലാ സാധനങ്ങളും അതാത് സ്ഥലത്ത് എടുത്തു വെക്കും. അല്ലാതെ വീട്ടിൽ അവിടെ ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ട വീട് ഫുള്ള് പിരിന്ന കണക്കാവൂലേ. അതുകൊണ്ട് എന്തെങ്കിലും കൈ കിട്ടിയിട്ട് അതാ സ്ഥാനത്ത് എടുത്ത് വെക്കാൻ വയ്യ, അല്ലെങ്കിൽ മടിയാണ്, സമയമില്ല, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മുകളിൽ കൊണ്ടുവന്നെങ്കിൽ ഡംപ് ചെയ്യും. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഡംപ് ചെയ്തേക്കുന്ന സാധനങ്ങൾ നോക്കാം. അതൊക്കെ ഒന്ന് അടുക്കി പറിക്കാലോ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്ഥലം കേട്ടോ. ഇവിടെയാണ് എന്റെ കൈ കിട്ടുന്ന എല്ലാ അലുക്കുകള്, കമ്മുവിന്റെ കൈ ഇരിക്കുന്ന സാധനങ്ങൾ, ഇക്കാന്റെ കൈ ഇരിക്കുന്ന സാധനങ്ങൾ എല്ലാം കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോ നമുക്ക് വീട് പെട്ടെന്ന് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് കൈ കിട്ടുന്ന സാധനങ്ങളെല്ലാം ഇതിന്റെ മണ്ടയിൽ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് വീട് അടുക്കി പറക്കുമ്പോഴാണ് ഇതെല്ലാം അതാത് സ്ഥാനത്ത് പോകുന്നത് കേട്ടോ. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് വാരി കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഇതിന്റെ മുകളാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് വൃത്തിയാക്കണം. അടുത്ത വന്നിട്ട് ഞാനുള്ള തുണികൾ ഞാൻ മാക്സിമം വന്നിട്ട് നമ്മുടെ ബാൽക്കണി വെച്ച് തന്നെ തുണി ഫോൾഡ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുക ചെയ്യുന്ന കേട്ടോ. കട്ടിലിൽ കൊണ്ടുവന്ന് മടക്കൽ അധികം കുറവാണ്. പക്ഷെ ഇന്നലെ വന്നിട്ട് തുണി എടുക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയി. ഞാൻ എടുത്തത് രാത്രിയാണ്. അപ്പൊ പിന്നെ മടക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കട്ടിന്റെ സൈഡിൽ കൊണ്ടുവന്ന് ഇട്ടു. നമുക്ക് ഇതെല്ലാം മടക്കണം. അപ്പൊ നമുക്ക് ഈ റൂം എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യണം ഗൈസ്. ഫുള്ള് കച്ചാമുച്ച കിടക്കാണ്. അപ്പൊ നമുക്ക് ക്ലീനിങ് തുടങ്ങിയാലോ. ഇതിനകത്ത് വന്നിട്ട് ഇച്ചുവിന്റെ ചോക്കോസ് ആണ് കേട്ടോ. പിന്നെ മൂണ്ടാളുണ്ട്, കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ട്. ഇത് വന്നിട്ട് ഓണത്തിനിപ്പോ പായസമൊക്കെ ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്താണ്. ഞാൻ എപ്പോഴും പായസം ഉണ്ടാക്കുമ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ തേങ്ങ തിരിക്കാനും അതിനൊന്നും അധികം ഹെൽപ്പ് ചെയ്യാൻ ആളില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മാക്സിമം കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മാഗി ഉണ്ട് ഗൈസ്. ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ബാക്കി അങ്ങനെ വെച്ചേക്കാണ്. ഇത് ഞാനിനൊരു സിപ്പ് ലോക്ക് ബാഗിനകത്താക്കി വെക്കണം. ഇത് വന്നിട്ട് ചോപ്പർ ആണ് കേട്ടോ. ഞാനൊരു പുതിയ ചോപ്പർ വാങ്ങിയിട്ടുണ്ട്. അതിന്റെ റിവ്യൂ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ അതിന്റെ സാധനങ്ങളാണിത്. പിന്നെ കഴുകിയിട്ട് പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളെല്ലാം ഞാൻ ഇതിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കുക കേട്ടോ. ഡബ്ബകള്, പിന്നെ നമ്മുടെ തൈര് ഒഴിച്ച് വെക്കുന്ന ഡബ്ബ, അങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ ഇതാണ് ഗൈസ്, ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയില്ലേ ഒരു ഉണ്ടലോക്കി ഉണ്ടലോക്കി. ആ ഉണ്ടലോക്കിയാണിത്. എനിക്ക് റേഷൻ കിട്ടിയതാണ് കേട്ടോ. എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം. ഇത് മെയിൻ ആയിട്ട് ഫ്രൂട്ട്സ് ആണ് വെക്കുന്നത്. കാരണം ഇത്രയും വലിയ താലി വെച്ചേക്കുന്നത് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കുമ്പോൾ ഒരുമിച്ച് ബൾക്കായിട്ടാണ് വാങ്ങിക്കുക. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കാൻ പ്രിഫർ ചെയ്യൂല കേട്ടോ. കാരണം ഇഷുക്കുട്ടിക്ക് ഫ്രിഡ്ജ് വെച്ചാൽ പെട്ടെന്ന് അസുഖം വരും. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് ഉപയോഗിച്ച് തീർക്കുക ചെയ്യാം. ഇത് വന്നിട്ട് മൊസ്കിറ്റോയുടെ സ്പ്രേ ആണ്. നമുക്ക് കൊതുക് പുറത്ത് പോകുമ്പോൾ കൊതുകൊന്നും കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമ്മളെ കൊതുക് കടിക്കത്തില്ല. ഇത് ഇവിടെ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഏരിയ വൃത്തിയായിട്ടുണ്ട്. ഇനി സാധനങ്ങളെല്ലാം എടുത്ത് വെക്കണം. ഞാനിപ്പോ ടേബിളിലോട്ട് മാറ്റിയതാണ് കേട്ടോ. ഇതാണ് ഗായ്സ് എന്റെ കലവറ. അപ്പൊ ഞാൻ വാങ്ങിക്കുന്ന സാധനങ്ങളും പിന്നെ വന്നിട്ട് ഇതിനകത്ത് വന്നിട്ട് അപ്ലയൻസ്, ഇത് വന്നിട്ട് CST വാങ്ങിക്കുന്ന സാധനങ്ങള്, ഇത് പിന്നെ നമ്മൾ ഗ്രോസറി സാധനങ്ങൾ വാങ്ങിക്കൂലേ, കുറച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ വെക്കും കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിയും അരിപ്പൊടിയും ഗോതമ്പ് പൊടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യണം. ഇലക്ട്രിക്കൽ അപ്ലയൻസ് എല്ലാം ഞാൻ ഇവിടെ വെക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ചോപ്പർ എടുത്ത് വെക്കുകയാണ്. ഇതിന്റെ റിവ്യൂ ഞാൻ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. എന്റെ തൈര് ഒഴിച്ച് വെക്കുന്ന ഡബ്ബയാണ് ഗൈസ്. അത് ഫ്രിഡ്ജിനകത്ത് വെക്കണം. പിന്നെ വന്നിട്ട് നമ്മുടെ മൂണ്ടാളില്ലേ,
ഇത് സ്നാക്കാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്നാക്കാണ്, കുറച്ച് ഹെൽത്തി വെർഷൻ ആണ്. അതിട്ട് വെച്ചിട്ടുണ്ട്. അമൂലിന്റെ നെയ്യുടെ ഡപ്പയാണ്, നമ്മുടെ ചോക്കോസ് ഇതിലിട്ട് വയ്ക്കാം. ഇവിടെ ആണെങ്കിൽ അമൂലിന്റെ ഡബ്ബ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിവിടെ ബിരിയാണി നെയ്യ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതുപോലെ അമൂലിന്റെ 1 ലിറ്ററിന് ടിന്നാ വാങ്ങിക്കുന്നത്. ഇത് എന്റെ ഇപ്പൊ തന്നെ 4 ഡബ്ബയുണ്ട് കേട്ടോ. ഇത് സിപ്ലോക്ക് ബാഗാണ് കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്ത് വെച്ചേക്കുന്നതാ. ഇത് ഇങ്ങനെ ഓപ്പൺ ആയി പോയി ഗൈസ്. അപ്പൊ പിന്നെ ഇരുന്നാ തണുത്തു പോകും. അതുകൊണ്ട് ഞാനിപ്പോ ഈ ഒരു സാഷറ്റിലോട്ട് മാറ്റാണ്. ഇത് ഞാൻ പൊട്ടിച്ചതിന് ശേഷം ഇങ്ങനെ മാറ്റുന്നത് എന്തെന്ന് വെച്ചാലേ, ഞാൻ ഒറ്റ അടിക്ക് ഇത് ഫുള്ള് ഉണ്ടാക്കത്തില്ല. ഇച്ചുകുട്ടിക്ക് എപ്പോഴെങ്കിലും കൊതി തോന്നുമ്പോ ഒരെണ്ണം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത്. ഇത് രണ്ടും ലോക്കറിൽ വെക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്ത സാധനങ്ങളെല്ലാം ലോക്കൽ അതാ സ്ഥാനത്ത് വെച്ചിട്ട് ഞാൻ തുണി മടക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡെയിലി ഉള്ള തുണികൾ അന്നോടൊന്ന് കഴുകി വിരിക്കുന്നത് കൊണ്ട് കുറച്ച് തുണികളെ ഡെയിലി മടക്കാനായിട്ട് വരത്തുള്ളൂ കേട്ടോ. ഒരുപാട് തുണികൾ ഉണ്ടാവത്തില്ല. ഇക്ക രാവിലെ ഇടുന്നത്, ഉച്ചയ്ക്ക് ഇടുന്നത്, പിന്നെ എൻ്റെ ഡ്രസ്സ്, പിന്നെ ഇഷിക്കുട്ടിൻ്റെ ഡ്രസ്സ്. യൂണിഫോം വന്നിട്ട് ഇക്കാൻ്റെത് അയൺ ചെയ്ത് കിട്ടുക കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും അടുക്കി പറക്കിയപ്പോഴത്തേക്ക് പണി കഴിഞ്ഞു എന്ന്. കഴിഞ്ഞില്ല ഗൈസ്. ഇനി ഇവിടെ ഫുള്ള് തൂത്ത് തുടയ്ക്കണം. അതൊരു വലിയ ജോലിയാണ് കേട്ടോ. അപ്പൊ അടുത്ത ഗൈസ് റൂം 2. ഇതാണ് നമ്മൾ കിടക്കുന്ന ബെഡ്റൂം കേട്ടോ. അപ്പൊ ഇതിന്റെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിക്കണം. നമുക്കിവിടെ മൊത്തം 2 ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ബെഡ്റൂമിലാണ് നമ്മൾ കിടക്കുന്നത്. ഈ ബെഡ്ഷീറ്റ് വന്നിട്ട് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തന്നതല്ലേ. ഇത് ഞാൻ കഴുകി ഉപയോഗിച്ചപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. കളറൊന്നും ഇളകിയിട്ടില്ല, കളറൊന്നും ഫെയ്ഡായിട്ടില്ല, നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ കഴുകിയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കട്ടിക്കോ അങ്ങനെ കുറവൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ റൂം കണ്ടില്ലേ ഗൈസ്, നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ, ഈ റൂം നന്നായിട്ട് തൂത്തിറക്കാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഒരു ചെറിയ പൊടി മണ്ണ് പോലത്തെ ഒരു സംഭവം ഉണ്ടായും ഗൈസ്. അപ്പോൾ അതാണെങ്കിൽ ചെരുപ്പിട്ടിരുന്നാൽ പോയോ എന്ന് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ കട്ടിൻ്റെ അടിയെല്ലാം ഫുള്ള് തൂത്ത് ഇതുപോലെ വൃത്തിയാക്കി ഇറക്കുന്നുണ്ട്. ഇവിടെ ഡെയിലി തൂത്താലേ പറ്റത്തുള്ളൂ. ആ ഒരു മണ്ണില്ലേ, അതിനകത്ത് ചെറിയൊരു നനവ് പറ്റിയാൽ തന്നെ അത് ചെളി കണക്കായിട്ട്, പിന്നെ നമ്മൾ ബാത്റൂമിലൊക്കെ കയറുമ്പോഴില്ലേ ഫുള്ള് ചെളിയാവും, ടൈലൊക്കെ വൃത്തികേടാവും കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ബെഡ്റൂം തൂത്ത് അവിടെ വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി തൂത്തുകൊണ്ട് വരികയാണ്. ഓൾറെഡി കിച്ചൺ ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് തൂത്ത് കഴുകി ഇറക്കി തുടച്ചിട്ടേ കിടക്കുക. അതുകൊണ്ട് കിച്ചൺ ഓൾറെഡി നീറ്റാണ് കേട്ടോ. അപ്പോൾ 2 ബെഡ്റൂമും ഹോളുമാണ് ഇപ്പോൾ ഞാൻ വൃത്തിയാക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഹോളും കൂടെ തൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ തൂക്കൽ പണി കഴിയും കേട്ടോ. ഞാനാണെങ്കിൽ തൂത്ത് കഴിഞ്ഞപ്പോൾ തന്നെ വിയർത്ത് കുളിച്ചിട്ട് നാറ്റം പിടിച്ചായിരുന്നു കേട്ടോ. ഇവിടെയാണെങ്കിൽ ഒരു ഭയങ്കര ആവിയാണിപ്പോൾ. അപ്പോൾ തൂക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ബാത്റൂമിൽ പോയിട്ട് തുടയ്ക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയാണേ. നമ്മുടെ മോപ്പ് വന്നിട്ട് ഞാൻ കുറച്ചൊന്ന് ആദ്യം ഒരു നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഒന്ന് പിഴിഞ്ഞെടുക്കും. അതിന് ശേഷമാണ് വീണ്ടും ചൂട് വെള്ളത്തിലാണ് ഞാൻ തുടയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ചൂട് വെള്ളത്തിൽ തുടയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ തറ പെട്ടെന്ന് നല്ലൊരു പോളിഷ് പോലെ ആവുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ചൂടുവെള്ളം തുറന്ന് വിട്ടിട്ട് ഞാൻ ഇതിൽ തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഫിനോയിലാണേ. മുമ്പ് ഞാൻ ലൈസോളൊക്കെ ഉപയോഗിച്ചിട്ടാണ് തുടച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഈ ഫിനോയിൽ ഉപയോഗിച്ച് തുടച്ചാൽ മാത്രമേ ആ ഒരു ഷൈനിങ് കിട്ടുന്നുള്ളൂ ഗൈസ്. അതുകൊണ്ട് ഇപ്പോൾ ഞാനത് ഫിനോയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫിനോയിലെല്ലാം ബക്കറ്റിലോട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മുടെ മോപ്പ് ഒന്ന് കഴുകി എടുക്കുകയാണ്. ഇനി അടുത്തത് എന്താ, തുടയ്ക്കൽ തുടങ്ങിയിട്ടുണ്ട്. തുടയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ കസേരയൊക്കെ എടുത്ത് ഇങ്ങനെ മുകളിൽ വെച്ച് അവിടെ വെച്ചേക്കുന്ന ചെടി സ്റ്റാൻഡൊക്കെ എടുത്ത് വെളിയിൽ കൊണ്ട് വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ആ തുടയ്ക്കുന്ന തറ വന്നിട്ട് ഇങ്ങനെ ഒന്നും ഇല്ലാതിരുന്നാലും നമുക്ക് തുടയ്ക്കുമ്പോൾ കുറച്ച് ഈസി ആയിരിക്കും ഗൈസ്. ഞാൻ ഡെയിലി ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എൻ്റെ തടി കുറയാത്ത എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഗൈസ്. ഫുഡും കൺട്രോൾ ചെയ്താണ് കഴിക്കുന്നത്. ഇതുപോലെയുള്ള ഡെയിലി വീട്ടുകാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ അങ്ങനെ ഹെവി എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, ശ്വാസം മുട്ടുള്ളത് കൊണ്ട് ഒരുപാട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ശ്വാസം മുട്ട് ട്രിഗറായിട്ട് പിന്നെ വന്നിട്ട് മരുന്നൊക്കെ കഴിക്കേണ്ടി വരും. അപ്പോൾ ഈ വെച്ച തടി അതേപോലെ പോയ തടി അതേപോലെ തിരിച്ചു വരും കേട്ടോ. അങ്ങനെ നേരത്തെ മുകളിൽ കയറ്റി വെച്ച കസേരയൊക്കെ ഞാൻ ഇതുപോലെ താഴെ ഇറക്കി വെച്ചിട്ട് നമ്മുടെ ചെടിച്ചാൻ്റെല്ലാം അതാത് സ്ഥാനത്ത് എടുത്തുകൊണ്ട് വെക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ വെച്ചിട്ട് തൂക്കാനും തുടയ്ക്കാനെന്നാൽ ചിലപ്പോൾ ഇത് തട്ടി താഴെ വീണിട്ട് ഇരട്ടി പണിയാവും. ഇവിടുത്തെ മണ്ണെല്ലാം വീണിട്ട് പിന്നെ ഇരട്ടി പണിയായിട്ട് ഫുള്ള് ചെളിയാവും. അപ്പോൾ നമ്മുടെ ഹോളും ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ കണ്ടില്ലേ ഗൈസ്, ഞാൻ നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരു അണ്ണാൻ കൂട് വെച്ചെന്ന് പറഞ്ഞില്ലേ, ആ അണ്ണാനൊരു
എന്താ രാവിലത്തെ സമയം കൊണ്ടാണ് ഈ ഒരു കൂട് ഇവിടെ ഉണ്ടാക്കിയത്. കണ്ടില്ലേ സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നത്. ഇത് എന്തോ മുട്ടയിടാൻ എന്താണ് ഇത് പ്രസവിക്കുക ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഗൈസ്. എന്തായാലും അത് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഒരുക്കുന്നതാണ്. അപ്പോൾ ഇതിവിടെ വെച്ചേക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇക്ക വന്നിട്ട് ഞാൻ ഇതിനെ എടുത്ത് കളയും, അല്ലെങ്കിൽ ഇത് ഭയങ്കര സ്മെല്ലാവും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ കുക്കിങ്ങിനായിട്ട് കയറിയിട്ടുണ്ട്. ഇന്ന് ചോറും ഇന്നലെ ഓൾറെഡി രസം വെച്ചത് ബാലൻസ് ഉണ്ട്. അപ്പോൾ രസമുണ്ട്, പിന്നെ രാവിലെ പുട്ടും പയറുമായിരുന്നു. അപ്പോൾ പയർ ആരും കഴിച്ചില്ല. ഇന്ന് പയർ കുറച്ച് വേവ് കുറഞ്ഞു പോയി. അപ്പോൾ തോരൻ വയ്ക്കാൻ പരുവത്തിനിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ തുണി വിരിക്കാമെന്നും പറഞ്ഞ് വെളിയിൽ നോക്കിയപ്പോഴത്തേക്ക് മഴ തുടങ്ങിയിരിക്കുന്നു ഗായ്സ്. ഇവിടെ കണ്ടില്ല, ഇങ്ങനെ മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറി തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ മുളകിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞു പോകുമെന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. മുളക് അത്യാവശ്യം പൂവെല്ലാം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ ഇത്രയും ശക്തമായി ഗൈസ്. അപ്പോഴാണ് ഞാനൊരു കാര്യം കണ്ടത് ഗൈസ്. ഞാൻ സേവനാഴി വെളിയിൽ വെച്ചിട്ട് ഉണങ്ങാനായിട്ട് വെച്ച സേവനാഴിയാണ് ആ മഴ നനഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ഓടിപ്പോയി സേവനാഴി എടുത്തുകൊണ്ട് വന്ന കേട്ടോ. കണ്ടില്ലേ ഗൈസ്, ഉണക്കാൻ വെച്ചിരുന്ന സേവനാഴി നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയിരിപ്പുണ്ട് കേട്ടോ. കണ്ടില്ലേ, നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് ഉണക്കാനായിട്ട് വെക്കണം. അപ്പം ഞാനിന്ന് പയർ തോരനാണ് ഉണ്ടാക്കുന്നത്. ഇത് ഓൾറെഡി ഞാൻ വേറെ ടൈപ്പ് ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇത് ഈസി പീസി പയർ തോരനാണ്. പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. കറിവേപ്പില ഇട്ടതിന് ശേഷം ഞാനിതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് ഈ ഒരു വറ്റൽമുളക് മാത്രമേ ഈ പയർ തോരന് ഞാൻ ചേർക്കുന്നുള്ളൂ. അടുത്തത് വന്നിട്ട് നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്ന പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പയർ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു വെളിച്ചെണ്ണയ്ക്ക് എല്ലാ ഭാഗത്തും ആവണം കേട്ടോ. അതിനുശേഷം ഞാനതിലേക്ക് ഒരു പിടി തേങ്ങ തിരികിയത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഞാനിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ല ഗൈസ്, ഇത്ര എളുപ്പത്തിന് എങ്ങനെ പയർ തോരൻ വയ്ക്കാൻ പറ്റും? വളരെ എളുപ്പമാണ് കേട്ടോ. അതിനകത്ത് ഞാൻ സവാള അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് തേങ്ങയുടെ മിക്സും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ജീരകവും ചേർത്ത് റെഡിയാക്കിയ നല്ല അടിപൊളി പയർ തോരനാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി രസം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച പപ്പടവും കൂടെ പൊരിക്കാമെന്ന്. രസം ഉണ്ടെങ്കിൽ ഇക്കാക്ക് പപ്പടവും കൂടെ വേണം കേട്ടോ. അപ്പോഴത്തേക്കും ആ ഒരു കോമ്പിനേഷൻ നല്ലതല്ലേ. അപ്പോൾ ഞാനിതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന പപ്പടമാണ്. അപ്പോൾ ഇപ്പോൾ ഡെയിലി അങ്ങനെ പപ്പടം പൊരിച്ച് കൊടുക്കലില്ല കേട്ടോ. ഇതുപോലെ കറികൾ കുറവായിട്ടുള്ളതും എനിക്ക് മടി പഠിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയാണ് ഇപ്പോൾ പപ്പടം പൊരിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി നമ്മുടെ പപ്പടങ്ങളെല്ലാം ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ, മുട്ട ഓംലെറ്റ്. അതായത് ചിക്കൻ ഇല്ലെങ്കിൽ ഇവിടെ മുട്ട ഏതെങ്കിലും ഒന്ന് ഇവിടെ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള മുട്ട ഓംലെറ്റാണ് ഈ പൊരിച്ചെടുക്കുന്നത്. ഇക്കാക്കുള്ളത് ഓൾറെഡി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഗായ്സ് ഇന്നലത്തെ രസം ബാലൻസ് വന്നത്. ആ ഒരു കുഞ്ഞു ചട്ടിയിലാണ് വെച്ചത്, എന്നിട്ടും ആ ഒരു പകുതി രസം ബാക്കിയാണ് കേട്ടോ. അപ്പം നമ്മുടെ മുട്ടയൊക്കെ അടിപൊളിയായിട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ചോറ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നല്ല പപ്പടം, രസം, പയർ തോരൻ, പിന്നെ വന്നിട്ട് എന്താ മുട്ട ഓംലെറ്റ്. അപ്പോൾ അതെല്ലാം കൂടെ കുഴച്ചിട്ട് കുറച്ച് അച്ചാറും കൂടി എടുത്ത് ഒരു പപ്പടവും പൊട്ടിച്ചൊരു പിടി പിടിക്കാൻ ഗായ്സ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് ചേർന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതിൽ ബൈ.